രോഗസൗഖ്യം നൽകും, ജീവൻ നൽകും. കഫർനാം 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 കഫർനാം. സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഉയർപ്പ് കാലത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അല്പം വൈകിയാണെങ്കിലും എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ ഉത്ഥിതനായ ഈശോയുടെ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായനയിൽ വിശ്വാസത്തെക്കുറിച്ച് വളരെ മനോഹരമായൊരു നിർവചനം നാം ശ്രവിച്ചു. അതെന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിശ്വാസമെന്നാൽ, അപ്പോൾ വചനം ശ്രവിക്കണില്ലേ? വിശ്വാസമെന്നാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ബോധ്യവുമാണ്. എല്ലാ വിശ്വാസവും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കൂടെ ഇറങ്ങിത്തിരിച്ചത്? എല്ലാ കാര്യങ്ങളും 100% എഴുതി ബോധ്യപ്പെട്ട് അടിവരയിട്ട് ഉറപ്പിച്ച് എല്ലാ ദിവസവും നമ്മൾ ഒപ്പിട്ട് വാങ്ങിക്കുമോ? ഇനി വാങ്ങിച്ചാൽ തന്നെ അത് അവർ നിർവഹിക്കുന്ന നിർബന്ധമുണ്ടോ? നിങ്ങളിന്ന് കയറി വന്ന ബസ്സിലെ ഡ്രൈവറിൻ്റെ ലൈസൻസ് നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഇനി അഥവാ വരും വഴിക്ക് എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചെങ്കിൽ നിങ്ങൾ അവിടെ അടുക്കളയിൽ പോയി എല്ലാം ചെക്ക് ചെയ്തിട്ടാണോ? ഇപ്പം ചെക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. എന്നിരുന്നാലും സാധാരണ ജീവിതം സാധ്യമാകുന്നത് വിശ്വസിക്കുമ്പോൾ എങ്കിൽ എത്ര അധികമായിട്ടാണ് ആത്മീയ ജീവിതം സാധ്യമാക്കുവാൻ ഇത് കണക്കുള്ള വിശ്വാസം അനിവാര്യമായിരിക്കുക. കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പുമാണ് വിശ്വാസം. മനുഷ്യബന്ധങ്ങളിലും സാധാരണ ജീവിതത്തിൽ പോലും ഇത്തരത്തിലുള്ളൊരു വിശ്വാസം അനിവാര്യമെങ്കിൽ അതിലേറെ അനിവാര്യവും ഒഴിച്ചുകൂടാൻ കഴിയാത്തതുമാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. കാരണം ദൈവവുമായിട്ട് സർവ്വചരാചരവും സൃഷ്ടിച്ച ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് നാം ആയിരിക്കുക. അതുകൊണ്ട് വിശ്വാസം കൂടാതെ ഒരു മനുഷ്യനും പ്രാർത്ഥിക്കാനാവില്ല, ദൈവത്തെ സ്നേഹിക്കാനാവില്ല, ആത്മീയ ജീവിതം സാധ്യമല്ല. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ് അത് നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലേ വിശ്വാസം സാധ്യമാകൂ, വിശ്വാസ ജീവിതം, ആത്മീയ ജീവിതം സാധ്യമാകൂ. ഇപ്പോൾ ഉയർപ്പ് ആഘോഷിച്ച് വിശുദ്ധ ബലി അർപ്പിക്കാൻ നമ്മൾ വന്നിരിക്കുക. ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടേ? എന്ത് വിശ്വാസത്തിലാണ് വന്നിരിക്കുന്നത്? ഇവിടെ ആര് കടന്നു വരിക? ബെന്നിയച്ചനെ കണ്ടുകൊണ്ടോ എന്നെ കണ്ടുകൊണ്ടോ ഡേവിഡ് അച്ഛനെ കണ്ടുകൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അധികം നേരം നീണ്ടു നിൽക്കില്ല. ആരെ പ്രതിയാണ് നിങ്ങൾ ഇവിടെ വരിക? ഈശോയെ പ്രതി അല്ലേ? ഈ വിശുദ്ധ ബലിയിൽ ആരെ കടന്നു വരുന്നത്? ഈശോ കടന്നു വരുന്നു. ഈശോയെ നിങ്ങൾ കണ്ണും മൂക്കും തലയുമായിട്ട് കാണുന്നില്ല, പക്ഷെ വിശ്വസിക്കുന്നു. കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം, ആ ബോധ്യത്തിന്റെ പേരിലാണ് നിങ്ങളിവിടെ വരിക. ഇവിടെ മാലാഖമാരുണ്ടെന്ന് വിശ്വസിക്കുന്നു, പരിശുദ്ധ അമ്മയും വിശുദ്ധരുമുണ്ടെന്ന് വിശ്വസിക്കുന്നു. സർവോപരി അപ്പത്തിന്റെ രൂപത്തിൽ ക്രിസ്തു കടന്നു വരുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ല, അത് ബോധ്യമാണ്. ആ ബോധ്യത്തിന്റെ ആഴമനുസരിച്ചിട്ടാണ് ഈ വിശുദ്ധ ബലി നമുക്ക് അനുഭവവേദ്യമാവുക. ഇന്ന് ഈ ദിവസം കാരുണ്യം എന്നത് ധ്യാന വിഷയമാക്കിയത് വളരെ
അർത്ഥപൂർണമായി, വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കാരുണ്യം എന്താണെന്നറിയാമോ? എന്താണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യം? നമ്മൾ ദിവ്യകാരുണ്യം എന്ന് പേരിട്ട് വിളിക്കുന്നതാ. എന്താ അത്? വിശുദ്ധ കുർബാന. ദിവ്യകാരുണ്യത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സ്തുതിക്കുന്നത്, എന്താണ് ആരാധിക്കുന്നത്? വിശുദ്ധ കുർബാനയാ. അതിന്ന് ഒന്നുകൂടെ ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തി ബലപ്പെടുത്തി തരികയാ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് മധ്യേ ഈശോ ഒരു അപരിചിതനെ പോലെ യാത്രയാകുന്നു. എന്നിട്ട് നേരം ഇരുട്ടിയപ്പോൾ അവർ പറയുന്നു, ഞങ്ങളോടൊപ്പം ഇന്നത്തെ ദിവസം ചെലവഴിക്കുക, ഇന്ന് ഞങ്ങളോടൊപ്പം താമസിക്കുക. ഈശോ അവരോടൊപ്പം താമസിക്കാൻ തുടങ്ങുന്നു. എപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്ന് അവർ യേശുവിനെ തിരിച്ചറിഞ്ഞത്? അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ചപ്പോൾ. ഉത്ഥിതനായ ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ചപ്പോൾ അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു, അല്ലേ? പിന്നെ ഈശോ അവിടെ ഉണ്ടായോ? പിന്നെ ഈശോ അപ്രത്യക്ഷനായി. വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഇനി മുതൽ ഈശോയുടെ സാന്നിധ്യം ഈ അപ്പത്തിന്റെ രൂപത്തിൽ, അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിക്കുമ്പോൾ അത് ദിവ്യകാരുണ്യമായി ഉത്ഥിതനായി നമ്മോടുകൂടെ വസിക്കുന്നുവെന്ന അതിനർത്ഥം. ഇനി ക്രിസ്തുവിന്റെ ശാരീരികമായ സാന്നിധ്യം അവിടെ ആവശ്യമില്ല. ഇനി ക്രിസ്തു വിശുദ്ധ കുർബാനയിൽ നമുക്ക് സന്നിഹിതനാണ്. അന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് മധ്യേ മാത്രമല്ല, ഇനി മുതൽ ക്രിസ്തുവിനോട് കൂടെ യാത്രയാകുന്ന എല്ലാവരോടും കൂടെ ക്രിസ്തു ഉണ്ട്. വിശുദ്ധ കുർബാനയായി, അപ്പമായി, ദിവ്യകാരുണ്യമായി. നിങ്ങൾക്ക് കൈകൾ എടുക്കാൻ, നിങ്ങളുടെ അധരത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാകുവാൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഗമാകുവാൻ, നിങ്ങളുടെ ഉടലിന്റെ ഭാഗമാകുവാൻ ക്രിസ്തു കടന്നു വരുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാകുവാൻ ക്രിസ്തു കടന്നു വരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ ക്രിസ്തുവിത അൾത്താരയിൽ സക്രാരിയിൽ എഴുന്നള്ളി വരുന്നു. ഇനി ക്രിസ്തു കൂദാശിയായിട്ട് നമ്മോടുകൂടെയുണ്ട്. ദിവ്യകാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ കൂദാശിയായി അദൃശ്യമായ ദൈവത്തിന്റെ സ്നേഹം ദൃശ്യമായ അടയാളങ്ങളിലൂടെ സംലഭ്യമാക്കിക്കൊണ്ട്, അനുഭവവേദ്യമാക്കിക്കൊണ്ട് ക്രിസ്തുവിത കുർബാനയായി നമ്മോടൊപ്പം വസിക്കുന്നു. അതാ വിശുദ്ധ കുർബാനയുടെ അർത്ഥം. ദൈവത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ സാന്നിധ്യമാണ് കുർബാന. ഉത്ഥിതന്റെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. ഒരിക്കൽ അൾത്താര കുട്ടികളോടൊപ്പം ഒരു വീട് വെഞ്ചരിക്കാനായിട്ട് ചെന്നു. അവിടെ ആദ്യം കണ്ട കൊച്ചു പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, സാധാരണ ചോദിക്കുന്ന ചോദ്യ, നിങ്ങളിവിടെ എത്ര പേരാ ഉള്ളത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾ 5 പേരുണ്ട് ഈ വീട്ടിൽ. കൂടെ ഉണ്ടായിരുന്ന ആൾത്താര കുട്ടികൾ ചിരിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ആ വീടിനെ കുറിച്ചറിയാം. അവിടെ 4 പേരുള്ളൂ. അപ്പം എനിക്ക് ആകാംക്ഷയായി. ഞാൻ ചോദിച്ചു, അതെങ്ങനെ ഇവിടെ 5 പേര്? അപ്പോൾ ആ കൊച്ചു പെൺകുട്ടി എനിക്ക് പറഞ്ഞു തന്നത്, കത്തോലിക്ക സഭ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു പാഠമാണ്. വളരെ ലളിതമായിട്ട് അവൾ പറഞ്ഞു തന്നു. അച്ഛാ, അപ്പച്ചനും അമ്മയും ചേട്ടനും ഞാനും പിന്നെ ഈശോയും അടക്കം ഞങ്ങളിവിടെ 5 പേരാ. ആൾക്കാർ കുട്ടികൾ പിന്നെയും ചിരിക്കാൻ തുടങ്ങി. കാരണം എപ്പോഴാണ് ഈശോ ഇവിടെ കഞ്ഞിയും കറിയും വെച്ച് താമസിക്കാൻ തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് വീണ്ടും കൂടുതൽ ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു, അതെങ്ങനെ ഇവിടെ ഈശോ വരണേ? അപ്പോൾ അവൾ എന്നെ ശരിക്കും പഠിപ്പിക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, അച്ഛാ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് വേണ്ടി എന്നെ ഒരുക്കിയപ്പോൾ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നിന്റെ വീട്ടിലേക്ക് വരും, ഈശോ നിന്റെ കൂടെ വരും. അതുകൊണ്ട് ഞങ്ങൾ 5 പേരാണ്. 4 പേരുള്ളവരുടെ കുടുംബത്തിൽ 5ാമതായിട്ട് ക്രിസ്തുവുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ കുടുംബത്തിൽ അംഗമായി ക്രിസ്തു കടന്നു വരുന്നു. അവനോടൊപ്പം ഉത്ഥിതനായി ക്രിസ്തു യാത്ര ചെയ്യുന്നു എന്ന ബോധ്യമാണ് വിശ്വാസമായി, ദൈവാനുഭവമായിട്ട് മാറേണ്ടത്. വെറുതെ വിശുദ്ധ കുർബാനയിൽ അങ്ങനെ പങ്കെടുത്തു പോവുകയില്ല. ഒരു ദിനചര്യ പോലെ
അല്ലെങ്കിൽ ഒരു കടമ പോലെ, ഞായറാഴ്ചകളിൽ കൂടേണ്ട ഒരു കടമ പോലെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നല്ലോ, അന്ന് പിന്നെ കുർബാനയുണ്ട്, അതിൻ്റെ ഒരു ഭാഗമായേക്കാം എന്ന് കരുതി ഒരു കടത്ത് കഴിക്കാൻ വേണ്ടി കൂടിയാൽ ഈ അനുഭവം ഉണ്ടാവില്ല. വിശ്വാസത്തോടുകൂടെ, ആഴമായ ബോധ്യത്തോടുകൂടെ, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാത്ത ക്രിസ്തു ഈ അൽത്താരയിൽ അപ്പത്തിന്റെ രൂപത്തിൽ എനിക്ക് ദൃശ്യമാകുന്നു എന്ന ബോധ്യത്തോടുകൂടെ നിങ്ങൾ വിശുദ്ധ ബലി അർപ്പിക്കുക. എൻ്റെ കൂടെ ഉത്ഥിതനായ ക്രിസ്തു കടന്നു വരുന്നു. ഞങ്ങൾ വീട്ടിൽ 4 പേരെങ്കിൽ 5ാമതായിട്ട് ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യം, അതാണ് വിശുദ്ധ കുർബാന നമുക്ക് നൽകേണ്ടത്. ഇത് ദൈവത്തിന്റെ കാരുണ്യമാ. കാരണം എന്താ? എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ലോകാവസാനം വരെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവരിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വയം ദാനമായി നൽകിയതിൻ്റെ അനുഭവമാണ് വിശുദ്ധ കുർബാന. അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക്, ഏതെങ്കിലും ഒരു സ്ഥലത്തെ മനുഷ്യർക്ക് വേണ്ടി പരിമിതിപ്പെടുത്തിയ സാന്നിധ്യമല്ല, പിന്നെയോ സകല മനുഷ്യർക്കും, യേശുവിനെ അറിയുന്ന, ആഗ്രഹിക്കുന്ന, വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി നൽകപ്പെട്ട ഉത്ഥിതനായ ക്രിസ്തുവിന്റെ അനന്തമായ നിത്യമായ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് അതിന് ദിവ്യകാരുണ്യം എന്ന് വിളിക്കുക. അതത്ര എളുപ്പമായിരുന്നില്ല ക്രിസ്തുവിന്. എളുപ്പമായിരുന്നില്ല എന്ന് നമ്മൾ പഠിപ്പിച്ച ആഴ്ചയാണ് വിശുദ്ധ വാരം, ഹോളി വീക്ക്. വിശുദ്ധമായ ആഴ്ചയിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ ധ്യാനിച്ചു എങ്ങനെയാണ് അത് ക്രിസ്തുവിന് സാധ്യമായത്. ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നത് കണക്കെ, അല്ലെങ്കിൽ ഗോതമ്പ് മണി ഉണക്കി പൊടിച്ച് അപ്പമാക്കുന്നത് കണക്കെ, ക്രിസ്തു കഠിനമായ വേദനയിലൂടെ, പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി. ഒരു ദുഃഖവെള്ളിയുടെ പശ്ചാത്തലത്തിൽ മാത്രം മനസ്സിലാകേണ്ടതാണ് ഈ അൾത്താരയിലെ അപ്പം മുറിക്കൽ, ഈ വിശുദ്ധ കുർബാന. അതുകൊണ്ട് പെസഹ വ്യാഴം പൂർത്തിയായത് ദുഃഖവെള്ളിയില. എല്ലാ പെസഹ വ്യാഴങ്ങളും, എല്ലാ വിശുദ്ധ ബലിയും പൂർത്തിയാകുന്നത് കാൽവരി ബലിയുടെ നെറുകയില. ക്രിസ്തു സ്വയം അപ്പമായി മാറിയത് കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോഴാ. അതിനുവേണ്ടി അവൻ ഏറ്റെടുത്ത പീഡാസഹനങ്ങൾ അനന്തമാണെന്ന് നമ്മെ പഠിപ്പിച്ച ആഴ്ചയായിരുന്നു ഈ കടന്നുപോയത്. അതുകൊണ്ടാ ദൈവസ്നേഹത്തിന്റെ, ദൈവകാരുണ്യത്തിന്റെ പൂർണ്ണതയാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതിനവനെ സാധ്യമാക്കിയത് പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി കുരിശിൽ പിടഞ്ഞു മരിച്ചത് കൊണ്ടാ ക്രിസ്തു അപ്പമായി മാറിയത്. ഉത്ഥിതനായ ക്രിസ്തു നമുക്കെന്തും വിശുദ്ധ കുർബാനയായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ജനനവും മരണവും പീഡാസഹനവും എല്ലാം ഈ വിശുദ്ധ ബലിയിൽ നാം ഓർക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ദുഃഖവെള്ളിയിലൂടെ കടന്നുപോയത് കൊണ്ടാ ഈ അപ്പം, ഈ അവസാനത്തെ അത്താഴം, ഈ വിശുദ്ധ കുർബാന സാധ്യമാവുക. അതുകൊണ്ടാ പറയുക, ഇത് കാരുണ്യത്തിന്റെ പൂർണ്ണതയാണ്, ദിവ്യകാരുണ്യത്തിന്റെ പൂർണ്ണതയാണ് വിശുദ്ധ ബലി. ഇനി ഈ കുർബാന സ്വീകരിച്ചു പോകുമ്പോഴും നമ്മളും ഇത് കണക്കെ കാരുണ്യമായിട്ട് മാറണം. വീണ്ടും ഒരു വെഞ്ചിരിപ്പിന്റെ അനുഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ വെഞ്ചിരിപ്പിന്റെ കുറേ അനുഭവങ്ങളുണ്ടാവും, പ്രത്യേകിച്ച് കപ്പുച്ചിൻസിൻ്റെ. എൻ്റെ കാരണം നിങ്ങൾക്കറിയാം, കപ്പുച്ചിൻ മിഷൻ ധ്യാനം ഉള്ളിടത്തൊക്കെ ആ ഇടവകയിൽ എല്ലാ വീടുകളും വെഞ്ചിരിക്കാനായിട്ട് അച്ഛന്മാർ വരും. രാവിലെ എഴുന്നേറ്റ് 7 മണിക്ക് വെഞ്ചിരിപ്പ് ആരംഭിക്കും. പിന്നെ അതങ്ങ് നീണ്ടുപോകും. ചിലപ്പോൾ 12 മണി, 1 മണി, 2 മണി വരെയൊക്കെ പോയിട്ടുണ്ട്. ഒരിക്കൽ ഇടവക ഏതെന്ന് പറയുന്നില്ല, ഇതുപോലൊരു വീട് വെഞ്ചിരിക്കാൻ ചെന്നു. അവിടെ കണ്ടൊരു യുവതിയോട്, വീടിൻ്റെ നാഥി എന്ന് തോന്നിയ യുവതിയോട് ചോദിച്ചു, ധ്യാനത്തിന് വന്നായിരുന്നോ? ഞങ്ങൾ സാധാരണ ധ്യാനത്തിന് വീട് വെഞ്ചിരിക്കാൻ പോകുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ആ കുട്ടി ആത്മാർത്ഥമായിട്ട്, സത്യസന്ധമായിട്ട് പറഞ്ഞു, വരാൻ സാധിച്ചില്ല. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു, അതെന്താ വരാഞ്ഞേ? ധ്യാനത്തിന് വന്നില്ലെങ്കിൽ വീട് വെഞ്ചരിക്കുക എളുപ്പമല്ല, ഈ ധ്യാനത്തിൻ്റെ ഭാഗമാണ് ഈ വീട് വെഞ്ചരിപ്പ്. അതിന് ഉത്തരമായിട്ട് അവൾ എന്നെ അവളുടെ ഭർത്താവ് കിടക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി. അവളുടെ രോഗശൈലിയിൽ പാതി തളർന്ന ദേഹവുമായിട്ട് അവളുടെ ഭർത്താവ് ഇങ്ങനെ കിടക്കുക. എന്നിട്ട് അയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ തളർന്നു കിടക്കുന്ന ഭർത്താവ് ഉള്ളപ്പോൾ
എനിക്കെങ്ങനെയാണ് അച്ഛാ എല്ലാ ദിവസവും ധ്യാനത്തിൽ വരാൻ പറ്റുക? പക്ഷേ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് വരുന്നുണ്ട്. തൊട്ടടുത്ത് ഒരു കൈകുഞ്ഞിരിക്കുന്നുണ്ട്, ഒരു കൊച്ചുകുട്ടി. എന്നിട്ട് അവളുടെ ജീവിതകഥ അവൾ പറയുകയാ. എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ ബലി അർപ്പിച്ച് ഈ കുഞ്ഞുമായിട്ട് ഞാൻ പല വീടുകൾ കയറിയിറങ്ങും വീട്ടുവേലയ്ക്കായിട്ട്. എന്നിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെങ്ങനെയാ സംഭവിച്ചത്? ഭർത്താവിന് എന്താ പറ്റിയേ? അപ്പോൾ അവൾ പറഞ്ഞു, ഭർത്താവിന് എയ്ഡ്സ് ആണ്. ആ മനുഷ്യൻ കണ്ണുനീർ വാർത്തുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെയും അവൾ പറഞ്ഞു, ഭർത്താവിന് എയ്ഡ്സ് ഉണ്ടായിരുന്നു വിവാഹം കഴിക്കുന്നതിന് മുൻപേ തന്നെ. പക്ഷേ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ വളരെ സ്വാർത്ഥമായിട്ട് തൻ്റെ മകനൊരു ജീവിതമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് വില കൊടുക്കാതെ ഈ പെൺകുട്ടിയോടോ അവളുടെ വീട്ടുകാരോടോ ഈ കാര്യം സംസാരിക്കാതെ വിവാഹത്തിൽ ഏർപ്പെടുകയായിരുന്നു. എത്ര വലിയ വഞ്ചനയാണ് ചെയ്തതെന്ന് ഓർക്കുക. ഇപ്പോൾ ഒരു കുഞ്ഞായി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തളർന്ന് കിടപ്പാ. എനിക്കും ഭയങ്കര വിഷമായി. അവർ ചെയ്തത് കൊടും ക്രൂരതയാ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇയാള് കിടക്കയിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ അവളോട് വേറെ കല്യാണം കഴിക്കോളാം പറഞ്ഞെന്ന്. എനിക്കത് വലിയൊരു കാരുണ്യമായിട്ടൊന്നും തോന്നിയില്ല. എങ്കിലും ഞാൻ ആവർത്തി ചോദിച്ചു, നീ എന്താ വേറെ വിവാഹം കഴിക്കാഞ്ഞത്? ഇതിവർ ചെയ്തത് ഒരു ചതിയായിരുന്നല്ലോ. അപ്പോൾ അവൾ എനിക്ക് വീണ്ടും വിശ്വാസത്തിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മറ്റൊരു പാഠം പകർന്നു നൽകുക. അവൾ പറഞ്ഞു, അച്ഛാ ഈ മനുഷ്യനും ഈ കുഞ്ഞും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഇവരൊരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരില്ലായിരുന്നു. അങ്ങനെ തമ്പുരാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കാൻ ഞാനും അച്ഛനും ആരാണ്? ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ വേദനകൾ ഞാൻ ആ കാസിയിൽ വീഞ്ഞിനോടൊപ്പം സമർപ്പിക്കും. അത് കർത്താവിൻ്റെ തിരുരക്തമായിട്ട് എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ശക്തിയും ദൈവാനുഗ്രഹം ലഭിക്കുന്നുണ്ട് അച്ഛാ, ജീവിതത്തിൽ ഏതൊരു സഹനവും ഏറ്റെടുക്കുവാൻ. അവൾ സ്വയം ഒരു ദിവ്യകാരുണ്യമായിട്ട് മാറുകയാണ്. അവൾക്ക് ഇയാളോട് വെറുപ്പൊന്നുമില്ല, ദൈവത്തോട് വെറുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അവൾ പ്രാർത്ഥിച്ച് അവളുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ എടുത്തുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിച്ച് സ്വയം ദിവ്യകാരുണ്യമായിട്ട് മാറുകയാണ്. അവൾ സ്വയം ഒരു ധ്യാനമാണ്. അതുകൊണ്ട് അവളോട് ഞാൻ പറഞ്ഞു, നീ ധ്യാനത്തിന് വരണമെന്നില്ല, നീ തന്നെ ദിവ്യകാരുണ്യമാണ്. നമ്മൾ എന്നാണ് വിശുദ്ധ ബലി അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇത് കണക്ക് ദിവ്യകാരുണ്യമായിട്ട് മാറുക, അപ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കണമെന്നോ ആ വഞ്ചനയുടെയും ചതിയുടെയും ഭാഗമാകണമെന്നല്ല ഞാൻ പറഞ്ഞു വരിക. പിന്നെയോ അനുദിന ജീവിതത്തിൽ നാം ഏറ്റെടുക്കേണ്ടി വരുന്ന കുരിശുകളെ ദിവ്യകാരുണ്യത്തെ പ്രതി വിശുദ്ധ ബലിയിൽ പ്രാർത്ഥനയോടുകൂടി അർപ്പിച്ച് ഏറ്റെടുക്കുവാൻ, വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ സമർപ്പിക്കുവാൻ, എന്നിട്ട് നമുക്ക് ചുറ്റുമുള്ളവരോട് കരുണ കാണിക്കാൻ തുടങ്ങുമ്പോൾ സ്വയം നാം ദിവ്യകാരുണ്യമായിട്ട് മാറുകയാണ്. അപ്പോഴേ നമ്മുടെ ബലി പൂർണ്ണമാകുന്നുള്ളൂ. ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം എന്ന് പറഞ്ഞ് ക്രിസ്തു അവസാനത്തെ അത്താഴത്തിന്റെ സമയത്ത് അപ്പം മുറിച്ച് നൽകിയത്, പൂർണ്ണമായത് ദുഃഖവെള്ളിയിൽ ഗാഗുൽത്താ മലയുടെ നെറുകയിലാണെങ്കിൽ, കാൽവരി മലയുടെ നെറുകയിലാണെങ്കിൽ, നമ്മുടെ അനുദിന ജീവിതത്തിലെ ബലികൾ പൂർത്തിയാകേണ്ടത് കരുണയുടെ ജീവിതങ്ങളായിട്ട് മാറുമ്പോഴാ, മനുഷ്യനോട് കരുണ കാണിക്കാൻ തുടങ്ങുമ്പോഴാ, നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ സ്നേഹത്തെ പ്രതി, ദൈവത്തോടും കൂടെയുള്ളവരോടുമുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുക്കുമ്പോഴാ, അവിടെയാണ് നാം സ്വയം ബലിയായിട്ട് മാറുക. നാം അർപ്പിക്കുന്ന ബലികൾ, പ്രാർത്ഥനകൾ പൂർണ്ണമാകുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിലാണ്. അത് സംഭവിക്കുമ്പോഴാണ് ഈ വിശുദ്ധ ബലി കൂടുതൽ കൂടുതൽ അനുഗ്രഹപ്രദമായിട്ട് മാറുക. ഈ ക്രിസ്തു, ഉത്ഥിതനായ ക്രിസ്തു, അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി എൻ്റെ ശക്തിയുടെ, കൃപയുടെ ഉറവിടമായിട്ട് മാറുന്നത് അപ്പോഴാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നാം സ്വയം അനുഭവിക്കുമ്പോൾ
മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും കൂടുതൽ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളും കാരുണ്യമായിട്ട് മാറണം. എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ഭർത്താവിനോട്, ഭാര്യയോടൊന്ന് ക്ഷമിക്കുമ്പോൾ, ഞാനൊന്ന് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, ചിലതൊന്നും കണ്ടില്ലെന്ന് വെക്കുമ്പോൾ, ക്ഷമയോടെ കരുണയോടുകൂടെ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ, അയൽക്കാരനോട് കാരുണ്യത്തോടുകൂടെ സംസാരിക്കുമ്പോൾ, അവരുടെ പ്രശ്നങ്ങളിൽ നമുക്കാവുന്ന വിധത്തിൽ കരുണയോടുകൂടെ ഇടപെടാൻ കഴിയുമ്പോഴൊക്കെ ഈ കാരുണ്യമായിട്ട് നാം മാറുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ബലി അപൂർണമാവുന്നു. അല്ലെങ്കിൽ ഈ വിശുദ്ധ ബലിയിലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അതിങ്ങനെ കൂച്ചുവിലങ്ങിട്ട് പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുക. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായിട്ട് മാറണമെങ്കിൽ ദൈവത്തിൽ നിന്ന് കരുണ സ്വീകരിച്ചാൽ മാത്രം പോരാ, അത് കൊടുക്കുവാനുള്ള സന്മനസ്സ് നമുക്കുണ്ടാകണം. ക്ഷമിച്ചുകൊണ്ട്, എളിമപ്പെട്ടുകൊണ്ട്, അവരെ സഹായിച്ചുകൊണ്ട്, നമ്മുടെ സഹായം ആവശ്യമുള്ളവരുടെ കരുണയോടുകൂടെ വർത്തിച്ചുകൊണ്ട് സ്വയം ദിവ്യകാരുണ്യമായിട്ട് മാറാനുള്ള ഉത്തരവാദിത്വം ഇവിടെ നമുക്കുണ്ട്. അതാണ് ഈശോ നമ്മെ പഠിപ്പിക്കുക. എനിക്ക് വേണ്ടത് ബലിയല്ല, കരുണയാണ്. കാരണം കരുണയില്ലെങ്കിൽ ബലി കൊണ്ട് അർത്ഥമില്ലെന്ന് ഈശോ പഠിപ്പിക്കുക. ഈശോയുടെ ബലി തന്നെ കരുണയുടെ പൂർണ്ണതയായിരുന്നു. കാൽവരി മലയുടെ നെറുകയിൽ സ്വയം കാരുണ്യമായിട്ട് മാറിയതാണ് ഇന്ന് നമുക്ക് അപ്പമായി, ദിവ്യകാരുണ്യമായി, കൂദാശയായിട്ട് നമുക്ക് നൽകപ്പെടുക. ആ കാരുണ്യത്തിൻ്റെ കൂദാശ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പാന്താവിലേക്ക്, വ്യത്യസ്തമായ വഴിത്താരുകളിലേക്ക്, കുടുംബത്തിലേക്ക്, പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് കണക്കെ കരുണയുള്ളവരാകുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. അതിനുവേണ്ടി കൂടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയെ ധ്യാനിക്കുന്ന ഈ ദിവസം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയായ ദിവ്യകാരുണ്യം അനുഭവിക്കുന്ന ഞാൻ സ്വയം കാരുണ്യമുള്ള മനുഷ്യനായിട്ട് മാറുവാൻ, കരുണയോടെ എൻ്റെ കുടുംബത്തിലുള്ളവരോടും ചുറ്റുമുള്ളവരോടും പ്രവർത്തിക്കുവാൻ, ഇടപെടുവാൻ കൃപ തരണമേ എന്ന് കൂടെ നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.